നമ്മളിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്കായിട്ടാണ് പോകുന്നത്. കൊട്ടിയൂർ അമ്പലത്തിൽ നമുക്കിപ്പം സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല, 10-ാം തീയതി മുതൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. നമ്മൾ മുതിരേരി വാള് വരവ് എന്ന് പറയുന്ന സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മുതിരേരി വാള് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദക്ഷൻ്റെ തലയറത്ത് ചാടിയ വാള് എന്നുള്ളൊരു ഐതിഹ്യമാണ് പറയുന്നത്. അതിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇവരെ ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം വിചാരിച്ചു ഇങ്ങനെയെങ്കിൽ ഇവരെ ഒന്ന് കാണണേ. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റുന്നില്ല, ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് നെയ്യാട്ടത്തിന് കൊണ്ടുപോകുന്ന നെയ്യാണ്. നമ്മളെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മണത്തണയിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന നെയ്യാട്ടം ഇത്. ഇവർ മറ്റേ നമ്മുടെ വാള് വരുമ്പോഴത്തേനും ഇവരവിടെ ഉണ്ടാവും. എന്നിട്ടാണ് പിന്നെ നെയ്യാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിവർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും. ഞാനിത് ഇളനീര് വെക്കുന്നത് അതിൻ്റെ ഇത് കണ്ടതല്ലാണ്ട് ഇങ്ങനെ നെയ്യ് പോകുന്നതോ ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ മെയിൻലി സ്ത്രീകൾക്ക് പോകുന്ന ഒരു ടൈം ഉണ്ടാവില്ല. ആ ടൈം മാത്രമല്ലേ നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റിയ ഫുൾ വീഡിയോസിൽ കണ്ടതല്ലാണ്ട് ഇതുവരെ കംപ്ലീറ്റ്ലി ഒന്നും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം മുതിരേരി വാള് വരുന്നത് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. മുതിരേരി വാള് എന്ന് സതീദേവീൻ്റെ അച്ഛനായ ദക്ഷൻ ഒരു വലിയ യാഗം വെക്കുകയും ആ യാഗത്തിൽ സ്വന്തം മോളെ വിളിക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം മോളെ വിളിച്ചിട്ടില്ലെങ്കിലും സതീദേവി അച്ഛൻ നടത്തുന്ന യാഗമല്ലേ എന്നും പറഞ്ഞിട്ട് ആ യാഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകും. ശിവൻ ഭഗവാൻ കുറേ വിലക്കുന്നുണ്ടെങ്കിലും സതീദേവി അവിടത്തേക്ക് പോകും. അച്ഛനാണെന്നുള്ള ഇതിൽ അവിടത്തേക്ക് പോകും. പക്ഷേ ആ യാഗത്തിൽ പങ്കെടുത്ത സതീദേവിനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും. ദക്ഷൻ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യും. ആ ഇൻസൾട്ടിൽ മനംനൊന്തിട്ടാണ് ദേവി എന്താ പറയുക സ്വയം ഇതാകുന്നത്. പക്ഷേങ്കിൽ അത് സഹിക്കാൻ പറ്റാണ്ട് ഭഗവാൻ വന്നിട്ട് ദക്ഷൻ്റെ തല അറുത്തിട്ട്, അതായത് വീരഭദ്രൻ വന്നിട്ട് ദക്ഷൻ്റെ തല അറക്കുന്നുണ്ട്. ആ തല അറുത്ത വാളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ആ വാള് ഭഗവാൻ ദേഷ്യം വന്നിട്ട് അത് ആ ഒരു കലി തീരാണ്ട് വലിച്ചെറിയോ ചെയ്യുന്നത്. ആ എറിഞ്ഞത് നമ്മളെ വയനാട്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് എത്തിയത്. ഒരു കാട്ടിലായിരുന്നു വീണിട്ടുണ്ടായിരുന്നു. ആ കാട്ടിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ കാട് വായിക്കാനോ ഇതിനോ പോയ സമയത്ത് ഈ ഒരു വാള് കണ്ടിട്ട് അവരത് എടുക്കാൻ പോകുമ്പോഴത്തേനും ഈ വാളിങ്ങനെ ദൂരെ ദൂരെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ആ വാളവിടെ നിന്ന്. അപ്പോൾ ആ വാളവിടെ നിന്ന സമയത്ത് ഒരു നമ്മളിങ്ങനെ വെച്ച് നോക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അവരെ കൊണ്ട് വെച്ച് നോക്കിപ്പിച്ചപ്പോഴത്തേനും പറഞ്ഞു ഇങ്ങനെ കൊട്ടിയൂരുമായിട്ട് റിലേറ്റഡായ വാളാണ്, ഇങ്ങനെ ഈ ഒരു ഇതുള്ള വാളാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ ആ വാള് എടുത്ത സമയത്ത് ഭഗവതി, അതായത് സതീദേവി വാള് പിടിച്ചിട്ട് സിംഹത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അവർ ആ സ്ഥലത്തിന് മുതുകിലേറി എന്നുള്ള ഒരു പേരും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് അത് വന്ന് എന്താ പറയുക മുതിരേരി എന്നുള്ള ഇതായി. പിന്നെ അത് മുതിരേരി വാൾവരവ് എന്നുള്ള രീതിയിലും അറിയപ്പെട്ടു. ആ ഒരു ദിവസം മുതിരേരിയിൽ നിന്ന് ഈ വാളും എടുത്തിട്ട് അവിടുത്തെ നമ്പൂതിരി കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒറ്റയ്ക്ക്, ഒരാൾ കൂടി ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ചുരം ഇറങ്ങി കാട്ടിലൂട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ ഇതായിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു 5 മിനിറ്റ് പോലും നിൽക്കാണ്ട് ഇറങ്ങി വരും. പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ ഓടിയിട്ടായിരുന്നു കേട്ടോ വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പം അവർ ഭയങ്കര സ്ലോ ആയിട്ട് കൂടി. ഇപ്പം പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നേ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പോലീസ് വണ്ടി മാത്രമേ. പിന്നെ ഇപ്പം നമുക്കറിയാമല്ലോ എന്തിനു പോയാലും എല്ലാവരും ക്യാമറ എടുത്ത് കൂടെ തന്നെ പോകുന്നൊരു ഇതാണ്. ഇപ്രാവശ്യം ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഫുൾ ആൾക്കാരുണ്ടായിരുന്നു, ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. മറ്റെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവാറില്ല. പിന്നെ ഈ ഒരു ടൈമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ഭഗവാനെ മഴ പെയ്യല്ലേ, മഴ നനയിക്കല്ലേ എന്ന്. പക്ഷെ സത്യം പറയാലോ അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവരൊരു 5 മിനിറ്റ് പോലും ഒരു സ്ഥലത്ത് പോലും അവർ റെസ്റ്റ് ചെയ്യില്ല. ഈ കാണുന്ന വാളെന്ന് പറയുന്നത് അതിന് എത്രയോ വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന വെയിറ്റ് അല്ല, ആ വാളിന് നല്ല വെയിറ്റ് ഉണ്ട്. അവരെത്രയോ കിലോ പറയുന്നുണ്ട് കേട്ടോ, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ എല്ലാ വർഷവും ഈ കൊട്ടിയൂർ പോയ സമയത്ത് ഞാനൊരു വീഡിയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ CD ഒക്കെ ഇട്ട് കാണുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ CD മേടിച്ചിട്ടിട്ട് എപ്പോഴും ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മുതിരേരി വാളും പിന്നെ ഭണ്ഡാര എഴുന്നള്ളത്ത്, അങ്ങനെ ഇളനീർ വെപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇതൊന്ന് കാണണം. ആ ഭഗവാന്റെ വാള് സത്യം പറഞ്ഞാൽ അത് കാണുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക്
എനിക്കറിയില്ല, ഇത് ഈ അമ്പലത്തിലെത്തുമ്പോഴത്തേനും ഫുൾ ആൾക്കാർ ഈ റോഡ് ഇങ്ങനെ തൊട്ടാലേ നോക്കുക, അവർ കാല് വെക്കുന്ന ഓരോ സ്ഥലം, ആ വാൾ നിങ്ങൾ കണ്ട അത്രയും, ആ ഒരു വാളിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അത് എത്ര കാലപ്പഴക്കമുള്ള സാധനം. ശരിക്കും അത് നമുക്ക് ഭഗവാൻ യൂസ് ചെയ്തൊരു സാധനം അല്ലേ, ആ ഒരു ഫീലിംഗ് ഭയങ്കരമായിരിക്കും കേട്ടോ. എനിക്ക് പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റില്ല. എനിക്കിത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് അല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്താ പറയുക, എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല. അത് കണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ കാറ് വെച്ചാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടിയൂർ എത്തുമ്പോഴത്തേനും ഭയങ്കര ബ്ലോക്കായിരിക്കും. നമുക്ക് എന്തായാലും അപ്പുറത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് പകുതിക്കുണ്ടാകുമ്പോൾ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു, കാരണം തിരിച്ചെത്തുമ്പോഴത്തേനും നമ്മൾ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം എത്തുമ്പോഴത്തേനും വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അമ്പലത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓം പറഞ്ഞ് ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് കിടന്നിട്ടൊക്കെ ആൾക്കാരിങ്ങനെ തൊട്ടലയിൽ വെക്കുന്ന ഒരു